ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം. ഞാൻ ഈ മലയാള സിനിമയിൽ ടോപ്പായിട്ട് നിന്നിട്ട് പിന്നെ ഡൗൺ ആയിട്ട് പിന്നെ അങ്ങോട്ടേക്ക് പോവുക. എന്ത് ജോലിക്കായിരുന്നു? അവിടെ പോയി ഞാൻ കുക്കിന്റെ ജോലിക്ക്. വളരെ പ്രശസ്തമായൊരു ചെയിൻ ഉണ്ട്, അവിടെ ഞാൻ കുക്കിന്റെ ജോലി ചെയ്തു. എൻ്റെ ഞാൻ പഠിച്ചത് തന്തൂരിയാണ് പഠിച്ചിരിക്കുന്നത്. ഓക്കെ. തന്തൂരി എന്ന് പറയുന്ന സാധനം എനിക്ക് എത്ര ചൂടുണ്ടെങ്കിലും എനിക്ക് ഈ മാവ് കൈകൊണ്ട് അടിക്കാൻ പറ്റും. കൈകൊണ്ട് അടിച്ചിട്ട് നേരെ. അപ്പോൾ ഇത് പറയാൻ പോകുന്നത് ഈ കൃഷ്ണ എന്ന് പറഞ്ഞ നടനെ കുറിച്ചാണ്. കൃഷ്ണ എന്ന് പറഞ്ഞ നടൻ വലിയ തറവാട്ടിൽ ജനിച്ചതാണ്. പണ്ടത്തെ ലളിത പത്മിനി രാഗിണി സഹോദരിമാരുടെ കുടുംബത്തിൽ ജനിച്ചതാണ്. അവരിൽ ഭയങ്കര ടോപ്പിൽ നിൽക്കുന്ന നടിമാരാണ് അന്നത്തെ കാലത്ത്. പത്മിനിയിൽ ഇന്ത്യയിൽ തന്നെ കൊടികുത്തി വാഴുന്ന നടിയാണ് പണ്ടത്തെ. അതായത് അന്നത്തെ കാലത്ത് തന്നെ വലിയ വലിയ പ്രതിഫലം വാങ്ങി അഭിനയിച്ച നടിയാണ് പത്മിനി. മലയാള സിനിമയിലെ നടികൾക്കൊന്നും അത്ര പ്രതിഫലം കിട്ടിയില്ല. ഈ ഷീല ജയഭാരതിലും 10,000 15,000 വാങ്ങുമ്പോൾ ഇന്ത്യയിൽ പോയിട്ട് 50,000 75,000 വാങ്ങുന്ന നടിയാണ് ഈ പത്മിനി. അപ്പോൾ പത്മിനിൻ്റെ ആങ്ങളുടെ മോനാറ്റായത്. പക്ഷേ ഇദ്ദേഹം പറയുമെന്ന് പറഞ്ഞാൽ ഞാൻ മലയാള സിനിമയിൽ ടോപ്പായിട്ട് നിന്നാൽ ഇതിലിപ്പോൾ പറഞ്ഞത് കേട്ടില്ല. ഞാൻ ടോപ്പായിട്ട് നിന്നിട്ട് പിന്നെ ഡൗണായി മാറും. ഇദ്ദേഹം ടോപ്പിൽ എത്തിയതായിട്ട് എനിക്കറിവില്ല. ഇദ്ദേഹത്തിൻ്റെ സിനിമ അതായത് എനിക്ക് തോന്നുന്നൊരു 3ാം കിട നടനായിട്ടല്ലേ അറിയപ്പെടുന്നുള്ളൂ ഈ കൃഷ്ണ. എനിക്ക് തോന്നുന്നു കുഞ്ചാക്കോൻ്റെ പേര് വരെ ഈ കൃഷ്ണയ്ക്കില്ല. പക്ഷെ പറയുന്നത് ഞാൻ ടോപ്പായിട്ട് നിന്നിട്ട് ഡൗണായി മാറി. പിന്നീട് ഹോട്ടലിൽ പോയിട്ട് കുക്കിൻ്റെ പണി എടുത്തെന്നാണ് പറയുന്നത്. കുക്കിൻ്റെ പണി മോശം പണി എന്നല്ല പറയുന്നത്. പക്ഷേ എന്നാലും ഇദ്ദേഹത്തിനെല്ലാം കുറേ പൈസയെല്ലാം ഉണ്ടാവില്ലേ വീട്ടിലെല്ലാം, കുറേ പണ്ടത്തെ ആളല്ലേ, എന്നിട്ട് കുക്കിൻ്റെ പണി എടുത്തെന്ന് പറയുന്നത്. ഇങ്ങനെ ചില നടന്മാരിൽ ഇങ്ങനെ പറയുന്ന കാണുമ്പോൾ അത്ഭുതം തോന്നും. ഈ നടന്മാർ വീട്ടിലൊന്നും വലിയ പൈസയില്ലെന്ന് തോന്നുന്നു. ഷാനവാസ്, ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേംനസീർ സാറിൻ്റെ മകൻ ഷാനവാസ് ഈ പെൻഷന് വേണ്ടിയിട്ട് 4,000 രൂപയ്ക്ക് വേണ്ടിയിട്ട് അപേക്ഷയ്ക്ക് പോയെന്ന് ശാന്തിവിള ദിനേശ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതായിട്ട്. ഷാനവാസ് 4,000 രൂപ വാങ്ങാൻ വേണ്ടിയിട്ട് ഫോം പൂരിപ്പിക്കാൻ അങ്ങനെ എന്തോ പറഞ്ഞതായിട്ട്. അപ്പം ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് എന്തിനാ 4,000? അല്ല, സർക്കാർ വെറുതെ തരുന്നതല്ലേ വാങ്ങും. എനിക്കല്ലാതെ അത്ര വിശ്വാസം തോന്നുന്നില്ല. കാരണം ഷാനവാസ് ഡ്രസ്സ് എടുക്കാൻ അമേരിക്കയിൽ പോകുന്ന ആളാണ് ഷാനവാസ്. ഒരു ജീൻസ് പാൻറ്റ് എടുക്കണമെങ്കിൽ ഷാനവാസ് അമേരിക്കയിൽ പോയിട്ട് പാൻറ്റ് എടുക്കൽ. അങ്ങനത്തെ ഷാനവാസ് ഈ 4,000 രൂപ പെൻഷൻ അപേക്ഷിച്ചെന്ന് ഈ ശാന്തിവിള ദിനേശ് ചേട്ടൻ പറയും. അത് ഷാനവാസ് മരിച്ച ശേഷമാണ് പറയുന്നത്. ഷാനവാസ് മരിക്കുന്നതിന് മുമ്പേ പറഞ്ഞിട്ടില്ല. എല്ലാവരും ഈ മരിച്ച ശേഷമാണ് ഒരാളെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് വരുന്നത്. മരിച്ചാൾക്ക് വന്ന് തിരിച്ച് പറയാൻ കഴിയില്ലല്ലോ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നല്ല. മരിക്കുന്നവരെ ശാന്തിവിള ദിനേശ് ചേട്ടൻ ഈ ഷാനവാസിനെ കുറിച്ച് ഇത് പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ